അനധികൃതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രവൃത്തിക്ക് ഉത്തരവാദിയായ ആളെ ഏതാണ്ട് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായ ചർച്ചയിലൂടെ മാത്രമേ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശ്രദ്ധയോടെ പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ എത്തപ്പെടുന്ന ആളുകൾ ആസൂത്രിതമായ രീതിയിൽ എത്തപ്പെട്ടതാണോ, അതിനെ തുടർന്ന് നിലമ്പൂർ ഉൾപ്പെടെ നടന്നിട്ടുള്ള വാഹനം തടയലുൾപ്പെടെയുള്ള സമരങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി അതിനെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിക്രമിക്കുന്നതിന്, കടന്നാക്രമിക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനാത്മകമായ രീതിയിൽ വരുമ്പോൾ അതിന് മറുപടി പറയാൻ സ്ഥാനാർത്ഥി തയ്യാറില്ല. അത് സണ്ണിയാണ് പറയേണ്ടത് എന്ന് സണ്ണി ഏതോ ഒരു വിവരം വെച്ച് സണ്ണി പറയുക. നിഷേധിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരക്ഷരം പറയാൻ സണ്ണിക്ക് സാധിച്ചിട്ടില്ല. KPCC പ്രസിഡന്റിന് അതേ എല്ലാം നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നോരും നമ്മൾ കൺമുമ്പിലുണ്ടല്ലോ. ആ കൺമുമ്പിലുണ്ടായ സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇത് ഗവൺമെന്റിനെതിരായിട്ട് തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. വനം വകുപ്പ് മന്ത്രി കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉൾപ്പെടെ പരിശോധിക്കണം. സ്റ്റാൻഡൊന്നും ഞാൻ പറഞ്ഞില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. അതായത് ഇതിന്റെ പിന്നിൽ ഇപ്പോ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും.